പശ്ചിമ ബംഗാൾ യു.പി. ആകാൻ പോകുന്നു. ഇതാണ് മഹുവ മൊയ്ത്ര പറയുന്നത്. എന്താണ് പശ്ചിമ ബംഗാൾ യു.പി. ആകും എന്ന് ഉദ്ദേശിച്ചതിന് പിന്നിൽ? എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം അത് മാത്രമല്ല. എന്തുകൊണ്ട് യു.പി. പോലെ ആയാൽ എന്താണ് നല്ലതല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. യു.പി. വികസന കാര്യത്തിൽ വളരെ മുന്നിലാണ്. ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. അത് മാത്രവുമല്ല, വിദ്യാഭ്യാസം, വികസനം എല്ലാ കാര്യത്തിലും അവർ മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ ആകണ്ടേ? ഇന്നും ആ ബ്രിട്ടീഷുകാർ 1700കളിൽ ഭരിച്ച ആ കൊൽക്കത്തയുടെയും വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള വാശിയാണോ ടി.എം.സി നേതാവിന്? കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ബംഗാൾ ഇനി മുതൽ യു.പി. ആകുവാണോ? യു.പിയിലെ ഭരണരീതി തന്നെയാണോ ബംഗാളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് പുഴയിൽ തള്ളിയൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് മമതാ ബാനർജി തെരുവുകളിലേക്ക് റാലി രൂപീകരിക്കുകയും അതുപോലെ തന്നെ റാലി സംഘടിപ്പിക്കുകയും അങ്ങനെ റാലിയിലൊക്കെ നടന്ന് ആ വിഷയത്തെ പറ്റി ഊന്നി സംസാരിക്കുന്നു. പിന്നീടാണ് ഈ എൻകൗണ്ടറിൽ ആ പ്രതി മരിക്കുന്നത്. അപ്പൊ അതിനുശേഷവും ഇതെന്താ ഗുണ്ടയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണോ? അങ്ങ് യു.പിയിൽ മാത്രം കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ബംഗാളിൽ നടക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനു മുൻപും സുവേന്ദു അധികാരിയുടെ ചില തീരുമാനങ്ങൾ ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇവർ സംസാരിച്ചൊരു കാര്യമാണ്. ഇതൊക്കെ അങ്ങ് യു.പിയിൽ നമ്മൾ കണ്ടുപരിചിതമായ കാര്യങ്ങളാണ്. ഇതങ്ങ് ബംഗാളിൽ നടപ്പാക്കുന്നുണ്ട്. അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്നതാണെങ്കിലും, ഈ ഈ അനധികൃതമായി അവിടെ കടന്നുകൂടിയ ആളുകളെ പുറത്താക്കുന്നതിലാണെങ്കിലും, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ വന്നപ്പോഴാണ് ദീദിയുടെ കൂട്ടം ആണ് ആദ്യമായിട്ട് ഈ ഒരു ചോദ്യം ഉന്നയിച്ചത്. യു.പി. ആകുമോ ബംഗാൾ എന്നൊരു കാര്യം. എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണ്? അതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന യു.പി. എന്ന സംസ്ഥാനവും ബംഗാൾ എന്ന സംസ്ഥാനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? കുറെ കാലങ്ങളായി ബംഗാളിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. അതിനുശേഷം ദീദിയുടെ കയ്യിലേക്ക് വരുന്നു. ദീദി വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. യു.പിയെ സംബന്ധിച്ചാണെങ്കിൽ യോഗി ആദിത്യനാഥ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി. ബി.ജെ.പി. ഭരണം നയിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇതാണ് പ്രധാന വ്യത്യാസമായിട്ട് വരുന്നത്. അതിനുശേഷം സുവേന്ദു അധികാരി ബംഗാളിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ബി.ജെ.പി. ഭരണം ബംഗാൾ കാണുന്നത് ഇപ്പോഴാണ്. അധികം നാളൊന്നും ആയിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഈ അധികാരം ഏറ്റിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇത്ര നാളും ബംഗാളിന് എന്തായിരുന്നു ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റമായിട്ടുണ്ടായിരുന്നത്? ഇത്രയധികം സ്വതന്ത്രമായി അതിർത്തി കടന്ന് എത്താൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം. യാതൊരുവിധ രേഖകളും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും, ഈ മഹാബലിയുടെയൊക്കെ കഥ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിൽ എല്ലാ ജനങ്ങൾക്കും അതിൽ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റും. പക്ഷെ ബംഗാളിൽ എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു സ്വീകരണ മനോഭാവം ഉള്ള ഒരാളായിരുന്നു ദീദി എന്ന് ആ പറയുന്നത്. ഒരു കാര്യം, അതായത് അതിർത്തി കടന്നു വരാം, ഉം. ആർക്ക് വേണോ വരാം എന്നുള്ള അതെ, ഒരു ആ ഒരു പ്രശ്നം. സ്വീകരണ എന്നിട്ട് ഈ മനോഭാവമുള്ള. അതിർത്തി കടന്നു വരുന്നവർക്ക് സുഖമായിട്ട് ജീവിക്കാം. അവർക്ക് റേഷൻ കാർഡ് കൊടുക്കും, റേഷൻ കൊടുക്കും, എല്ലാ കാര്യങ്ങളും കൊടുക്കും. അവിടെ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ളവർ പീഡിപ്പിക്കപ്പെടും, നിരന്തരമായി ആക്രമിക്കപ്പെടും, അവർ കൊല ചെയ്യപ്പെടും, അവരുടെ വസ്തുക്കൾ കൈയേറും. അതായത് ഒരാൾ ഉം. അയാളുടെ അനുഭവം എഴുതിയിരുന്നതാണ്. അയാൾ സ്വന്തമായിട്ട് കുറച്ച് തോട്ടമൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് അയാളുടെ തോട്ടത്തിൽ എത്രയും ഒരു 10-20 കുടിലുകൾ ഇരിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാതെ അയാൾ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഞങ്ങളുടെയാണ് ഇനി മുതൽ. ഉം. അതാരാ? ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാ. അവർ കൈയടക്കുകയാണ് അല്ല, ഓരോ അതാണ് മനുഷ്യരുടെയും. അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആ വാക്യത്തിലൂടെയാണ് ദീദി കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് അതിഥി അതിഥി ദേവോ ഭവയല്ല. അതിഥിദേവോ എന്നല്ല, ജിഹാദി ദേവോ നവ എന്നായിരിക്കും ഈ പറയുന്ന മമതാ ബാനർജി പറയുന്നത്. മമതാ ബാനർജി അവർ കാണിച്ചുകൊണ്ടിരുന്ന ക്രൂരതയും ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് നടത്തിയിരുന്ന നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തികളും ഒക്കെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതല്ലേ. അവരങ്ങേയറ്റം വൃത്തികെട്ട ഒരു ഭരണമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. അപ്പോൾ ഇതേ അതിർത്തി അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ 54 ഏക്കറോളം ഭൂമി ബി.എസ്.എഫിന് ആയിട്ട്, അല്ലെങ്കിൽ ഇനി അതിർത്തി സംരക്ഷിക്കാൻ ആരും ഇങ്ങോട്ട് തുഴഞ്ഞു കയറി കഴിഞ്ഞാൽ ഉണ്ട നെഞ്ചത്ത് കയറും എന്നൊരു രീതിയിലേക്കുള്ള അത്തരം കാര്യങ്ങൾ ബംഗാളിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവർ സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടികൾക്കും ആളെത്താതെ പോകുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ രോക്ഷമാകുന്നു. ജനങ്ങൾ
ജനങ്ങൾക്കിപ്പോൾ പ്രതികരിക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ബംഗാളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാളിലെ പല ഗലികളിലേക്കും തെരുവുകളിലേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു വശത്ത് പറഞ്ഞ പോലെ ഈ മമതാ ബാനർജി ഭരിക്കുന്ന കാലത്ത് പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുകയും അവിടുത്തെ തന്നെ ബംഗാളിന്റെ ഒരു 80കളിലും 70കളിലും ഒക്കെ ജീവിച്ചതുപോലെ തന്നെ പട്ടിണിയും അതുപോലെ തന്നെ അവിടെ ആ സംസ്ഥാനത്ത് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരികയും ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് അവിടെയുള്ള നേറ്റീവ് ആളുകൾ, അവിടെ ജനിച്ചു വളർന്ന ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോകേണ്ട സാഹചര്യം വരെ ഉണ്ടാവുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് തിരിച്ചങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പല സംസ്ഥാനങ്ങളിലും ഇപ്പൊ അതിഥി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു. അവരവരുടെ സംസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ വരുമ്പോൾ ഇവർ ചോദിക്കുകയാണ് ഇത് UP 2.0 ആണോ എന്നുള്ളത്. അപ്പോ ഇവരെന്തിനാണ് ആ ഒരു UP ഇത്ര ഭയക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. UP മോഡൽ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും ഈ പറയുന്ന ബംഗാളിൽ ഉണ്ടാവാൻ പോകുന്നത്? ബംഗാളിനെ പറ്റിയാണല്ലോ ഇപ്പൊ അവർക്കുണ്ടാവുന്നതായിരിക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം. പക്ഷെ അത് അവർ മറച്ചു വെച്ചുകൊണ്ട് ചോദിക്കുന്നത് UP പിന്നെയും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കും. അതുപോലെ തന്നെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് തന്നെ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതാണ്. അങ്ങനെ കുറെ ഇതാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം വാർത്താ മാധ്യമങ്ങളിലേക്ക് വന്ന് ഈ UP 2.0 എന്ന് പറയുന്ന കാര്യം അടിച്ചേൽപ്പിക്കുന്നു. അപ്പൊ യോഗി ആദിത്യനാഥിന് എന്താണ് ഇപ്പൊ പ്രശ്നമായിട്ടുള്ളത്? യുപിയിലെ ജനങ്ങൾ, യുപിയിൽ പല ഈ ജനങ്ങളെ തമ്മിൽ കാണുന്ന മുഖ്യമന്ത്രിയും ജനങ്ങളും തമ്മിലുള്ള പരിപാടിയിൽ അതില് ഒരുപാട് ജനങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു ഞങ്ങളിവിടെ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾക്കിവിടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ പലരും യോഗിയുടെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗിക്കെതിരെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന അയോധ്യ പ്രശ്നമായിരിക്കും. അയോധ്യ സംഭാവന കൊള്ളയായിരിക്കും പറയുന്നത്. അപ്പൊ അതിൽ പോലും യോഗി എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. അതിൽ ആർക്കും വലിയ ചോദ്യം ഉന്നയിക്കാനോ അല്ലെങ്കിൽ രീതിയൊന്നും ആകെ ഇടയ്ക്ക് അഖിലേഷ് യാദവ് എന്തോ ആയിരുന്നു വന്നിരുന്ന് അയോധ്യയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. താങ്കൾ അയോധ്യയിലേക്ക് ഒന്ന് വരൂ. അയോധ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വരാനുള്ള ഒരു ഇതില്ലാത്ത മനുഷ്യനാണ് അഖിലേഷ് യാദവ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ രാമജന്മഭൂമിയെ പറ്റി ഇത്രയധികം വാചാലനാകുന്ന താങ്കൾ കൃഷ്ണ ജന്മഭൂമിയെ പറ്റി കൂടെ സംസാരിക്കണം എന്ന് അത്രയും അല്ലെങ്കിൽ അതുപോലെ പറയാൻ കെൽപ്പുള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UPയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം UP എല്ലാ ഭാഗവും അങ്ങ് വളരെയധികം പുരോഗമനമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും UPയുടെ മുഖം മാറിയിട്ടുണ്ട്. UPയിലേക്കുള്ള ഓരോ സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ UPയിലേക്ക് വരുന്ന സന്ദർശകരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ബംഗാളിലേക്കുള്ള സന്ദർശകർ എന്ന് പറയുമ്പോൾ ആകെ വരുന്നത് ബംഗ്ലാദേശികൾ മാത്രമാണ്. വരുന്നുണ്ട് സന്ദർശകർ, ഉറപ്പായിട്ടും ബംഗാളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സന്ദർശകർ എന്ന് പറയുന്നത് യാതൊരു വിധം നമുക്കൊരു പ്രശ്നവും ഇല്ല. ഒരു രാജ്യത്തേക്ക് ഇത്ര എളുപ്പത്തിലൊക്കെ കേറാൻ പറ്റുമെന്നുള്ളത് അത് കാണിച്ചു തന്നത് ബംഗാളായിരുന്നു. അപ്പൊ ആ ഒരു ബംഗാളിന്റെ അല്ലെങ്കിൽ ആ ഒരു ബംഗാളിന്റെ മുഖം മാറുന്നു. ആ ഒരു ബംഗാളിലേക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലെ തന്നെ അന്തസ്സോടെയും അഭിമാനത്തോടെയും അവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നു. ഞാൻ വെസ്റ്റ് ബംഗാളാണ്, അല്ലെങ്കിൽ ഞാനൊരു ബംഗാളിയനാണ്, ഇങ്ങനെ പറയാനൊരു സാഹചര്യം അവിടെ വരുന്നു. അപ്പൊ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി മാറുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഒരു 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരണം, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം. തിരിച്ചു വരാനെന്ന് പറയുന്നത് ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ പ്രക്രിയ മാത്രമല്ലേ ഉള്ളൂ. ഇലക്ഷനിലേക്ക് വോട്ട് വരണ്ടേ? വോട്ടില്ലാതെ എങ്ങനെയാണ് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇവർ ജയിക്കുന്നത്? ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വരികയാണ്, അവിടുത്തെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ്, അവിടുത്തെ സംസ്ഥാനങ്ങളുടെ ഈ അതിർത്തികളിൽ സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അടുത്ത ഒരു നിയമസഭ വരുമ്പോഴേക്കും, ഇലക്ഷൻ വരുമ്പോഴേക്കും വീണ്ടും വോട്ട് ചെയ്യാൻ ആളുകളില്ലല്ലോ. ഇപ്പൊ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ വീണ്ടും കുറവായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആധാറിന്റെ കാര്യങ്ങളാണെങ്കിലും ഇനി മുതൽ ആധാർ അങ്ങനെ ഒരു നിയമം കൂടെ അവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നല്ലോ. ആധാറുകളൊക്കെ 18 വയസ്സിന് ഇനിയുള്ള ആളുകൾക്ക്, 18 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് ആധാറൊക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇവിടെ അനധികൃതമായി ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല എന്ന സ്ഥിതിയിലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായും അവർക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്.
യു പി പോലെ ആയി പോകുമോ? യു പിയിൽ എന്താണ് അവസ്ഥ? യു പിയിലേക്ക് യോഗി ആദിത്യനാഥ് വന്നിട്ട് പിന്നീട് തിരിച്ചിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ചിലപ്പോൾ അതായിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നത്. യു പി 2.0 ആവുകയാണോ? വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പോകാത്ത രീതിയിൽ സുവേന്ദു അധികാരി തന്നെ വീണ്ടും ഒരു 5 വർഷം എന്നുള്ളത് 10 വർഷവും 15 വർഷവും ആയി ഇരിക്കേണ്ടി വരുമോ? ഇപ്പോൾ പാർട്ടി ഓഫീസ് ഒന്നും ഇല്ലാന്നല്ലേ കേൾക്കുന്നത്. അപ്പോൾ പാർട്ടി ഓഫീസ് ഇല്ലാതെ നിരന്തരം ദീദിയുടെ വീട്ടിൽ തന്നെ ഇവർക്ക് ഈ കമ്മിറ്റി കൂടുന്ന പോലെ 4ഉം 5ഉം 6ഉം പേരിരുന്ന് കൂടി അവിടെ തന്നെ ഇത് അവസാനിക്കേണ്ടി വരുമോ എന്നൊരു വലിയൊരു ഭയം മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ടി.എം.സി നേതാക്കളും ഈ പരോക്ഷമായിട്ടൊക്കെ സുവേന്ദു അധികാരിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഒന്ന് മയങ്ങി അല്ലെങ്കിൽ കുറച്ചൊന്ന് താഴ്ന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊക്കെ അങ്ങ് മാറിപ്പോയി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെയല്ല. പണ്ടിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ അവിടെ ഒരു വലയമുണ്ടായിരുന്നു. അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അപ്പുറത്തേക്കും ഇവര് വളർത്തിക്കൊണ്ടിരുന്ന ഒരു പട്ടാളം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു മനുഷ്യന് പോലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം ആ അതിർത്തിയിലേക്ക് കടന്നു വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഒരു കവചം ഉണ്ടായിരുന്നു. ആ കവചം ഇപ്പോൾ ഇല്ല. ഒരാള് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് ചോദിക്കാൻ ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക് ബംഗാൾ മാറിപ്പെട്ടു തുടങ്ങി. അതുപോലെ തന്നെ അത് തങ്ങൾ ഇനി ഇവിടെ അവസാനിച്ചു പോകുമോ എന്നൊരു ഭയം കൂടി ടി.എം.സിക്ക് രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇനി സുവേന്ദു അധികാരി തന്നെയാണ് ഇതിനൊരു ഉത്തരം കൊടുക്കേണ്ടത്. എന്താണ് ഈ യു പി 2.0 എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് യു പിയെ ഇത്രയധികം ബംഗാളുകാർ ഭയക്കുന്നത്? ബംഗാളിൽ നിന്ന് ഈ അഖിലേഷ് യാദവിനെ പോലുള്ള ആളുകളൊക്കെ അയോധ്യയിലേക്ക് പോലും പോകാതെ പുറത്ത് നിന്ന് ഒക്കെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. പുറത്തു നിന്ന് ഞാൻ എന്തും പറയും, പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് വന്നൊന്നും പറയില്ല. അത്തരത്തിലൊരു ഭയപ്പാട് എന്തുകൊണ്ടാണ് ഇവർക്ക് തോന്നുന്നത്? ബംഗാളിന്റെ മാറ്റത്തിൽ എന്ത് തരം മാറ്റത്തിലാണ് ഇവർക്ക് ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നതും കൂടെ തുറന്നു പറയണം. യു പി 2.0 എന്ന് പറയുമ്പോൾ അതുകൂടെ പറയണമല്ലോ. എന്ത് മാറ്റമാണ് തങ്ങളെ ഇത്രയധികം ഭയപ്പെടുത്തിയത് എന്നുള്ളത്? പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.